ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോല് നമ്മുടെ രാജീവൻ ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ബബിത ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, "ഞാൻ ഇവിടുന്നൊന്നും കട്ടുകൊണ്ട് പോകാൻ വേണ്ടി വന്നതൊന്നുമല്ല. നിനക്കൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടി വന്നതാണ്." എന്നിങ്ങനെ നമ്മുടെ രാജീവൻ പറയുന്നുണ്ടേ. ശേഷം ബാലചന്ദ്രനെ കേറി കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് രാജീവന്റെ അടുത്ത്, "എനിക്ക് കേസിന് പോയേ പറ്റൂ. ഇതിന് പിന്നില് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ കൂടെ മുന്നിലേക്ക് കൊണ്ടുവരണം." എന്ന് പറയുകയാണ്. അപ്പൊ അദ്ദേഹം മിക്കവാറും നമ്മുടെ അലീനയുടെ അച്ഛനാകാനാണ് സാധ്യത അല്ലെ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും അടുത്ത് തന്നെ നമ്മുടെ അലീനയും അലീനയുടെ സ്വന്തം അച്ഛനും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങളാകാം നമ്മുടെ മഴതോര് മുമ്പിൽ വരാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ? അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ അലീന അവിടെ ആകപ്പാടെ ഞെട്ടിത്തകർന്ന് നിൽക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലും എന്താകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വൈജയന്തിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പൊ എങ്ങാനും നമ്മുടെ ബാലചന്ദ്രൻ ആ ഒരു സ്റ്റാൻലിനെ വിളിച്ചിട്ട് വന്നിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ വൈജയന്തിയുടെ മുന്നിൽ നിർത്തുമ്പോഴായിരിക്കും വൈജയന്തി എല്ലാ സത്യങ്ങളും അറിയാൻ പോകുന്നത് അല്ലെ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.